ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ എന്റെ വലിയ ഗതികേടാണ് ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് വന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കും, ഞാൻ എക്സ്പ്ലനേഷൻ തരാം. ഫേസ്ബുക്കിലുള്ളവരാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് വെക്കാം. ഇൻസ്റ്റയിലുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ത് ചെയ്യും? സ്വയം അമ്മാവനും അമ്മാവി ആവാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രണ്ട് വീഡിയോ കണ്ടു നോക്കുക, അന്ന് കഴിഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരാം. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുക, ഒത്തിരി വർഷമായിട്ട് ഇഷ്ടമാണ്, ഒരു 5-6 വർഷമായിട്ട് ഇഷ്ടമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അറിയുന്നു അത് നിങ്ങളുടെ സഹോദരിയാ, അത് നിങ്ങളുടെ സഹോദരനാ, കല്യാണം കഴിക്കുമോ? ഇതിൽ പലരും പറയുന്നത് സ്വന്തം കൂടപ്പറപ്പിനെ ജനിച്ച് വളർന്ന കൂടെ നമ്മുടെ വീട്ടിൽ വളർന്നതിനെ പോയി കല്യാണം കഴിക്കുന്നത് പ്രേമിക്കുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഉദാഹരണം ഞാൻ പറയാം. 1000 ബേബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. ഒരു നേഴ്സ് കുട്ടികളെ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ആ കുട്ടികൾ പല അച്ഛൻ്റെ അമ്മയുടെ മക്കളായിട്ട് വളർന്നു. അപ്പോൾ നമ്മൾ പ്രേമിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ വന്ന കാലത്ത് പലരും പ്രേമിക്കും പലരെയും. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയിലെ ആൺകുട്ടിയെ നമ്മുടെ സഹോദരൻ മേ ബി ആയാൽ, അതായത് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മക്കളായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കൂടെ വളരാത്ത നമുക്കറിയാത്തൊരു കുട്ടിയായി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പ്രേമിക്കുന്നതെങ്കിൽ അതിനെ നിങ്ങൾ വിവാഹം കഴിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ഇങ്ങനെ ചോദ്യം റിലവന്റ് അല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ബോധമുണ്ട് ഇതിനൊക്കെ? ഈ 1000 ബേബീസ് എന്നുള്ള ആ ഒരു സീരീസ് ഒക്കെ കണ്ടവർക്കാണെങ്കിൽ ഈ ഒരു കാര്യം എന്തുകൊണ്ട് കണക്ട് ആവുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെങ്ങനെ അസംബന്ധ ചോദ്യമാവും? ഇതെങ്ങനെ സ്വന്തം കൂടപ്പറപ്പിനെ കല്യാണം കഴിക്കുന്നു പറയുന്നതാണോ ഇല്ലയോ എന്ന് പറയലാവും? കൂടപ്പറപ്പാണെന്ന് അറിഞ്ഞോണ്ടല്ല പ്രേമിക്കുന്നത്. പ്രേമിച്ച് കഴിഞ്ഞ് കല്യാണം കഴിക്കുന്ന സമയത്ത് അറിയുന്നു ഇത് പണ്ട് നമ്മുടെ അച്ഛനെയും അമ്മയുടെ അടുത്ത് നഷ്ടപ്പെട്ടു പോയ കുട്ടിയാണ്. ആ സമയത്ത് നിങ്ങൾ അതിനെ വിവാഹം കഴിക്കുമോ എന്നാ ഞാൻ ചോദിക്കുന്നത്. അതിൽ എന്താ നിങ്ങൾക്ക് ലോജിക്കില്ലാത്ത? എന്നോട് വിരോധം ഉണ്ടായിരിക്കാം, പക്ഷെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വെറും മണ്ടന്മാരായിട്ട് അഭിനയിക്കരുത്. ഒന്ന് ചിന്തിക്കണം. എല്ലാം അങ്ങ് കാമക്കണ്ണിലൂടെ കാണരുത് ദയവ് ചെയ്തിട്ട്.